അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഹിനീസ് കിച്ചൻ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു ഇഫ്താർ സ്നാക്കായിട്ടുള്ള ചിക്കൻ പൊട്ടറ്റോ റോളിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒനിയൻ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴണ്ട് വരാനായിട്ടൊന്ന് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി ഫ്ലെക്സ് ആണ്. അപ്പോൾ 2 ചില്ലി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇതിലേക്ക് ഞാൻ നെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ മൈദയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ഗ്ലാസ് പാല് കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതിലുള്ള ആ പാലൊക്കെ ഒന്ന് വറ്റും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ പാലൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഇതിനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടൊരു 2 പൊട്ടറ്റോ ഒന്ന് ബോയിൽ ചെയ്തിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു മിക്സ് കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ എടുത്തിട്ടൊന്ന് മുകളിലും താഴെ ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് റെഡിയാക്കാം. അതിനുശേഷം ഞാൻ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ട, ബ്രെഡ് ക്രംസ്, അതുപോലെ തന്നെ മൈദയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പൊട്ടറ്റോ റോൾ ഒന്ന് കവർ ചെയ്യാം. അതിനുശേഷം ഇത് എഗ്ഗിലിട്ടിട്ടൊന്ന് കവർ ചെയ്യാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓരോ ചിക്കൻ പൊട്ടറ്റോ റോളും ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ചിക്കൻ പൊട്ടറ്റോ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.